ഷൈൻ ടോം ചാക്കോയെ നിലവിൽ അറസ്റ്റ് ചെയ്യില്ലെന്ന് പോലീസ്. കേസിൽ നോട്ടീസ് നൽകി വിളിപ്പിക്കും. കാണാതായെന്ന് പറയുന്ന ഷൈൻ ടോം കേരളം വിട്ടെന്നും പോലീസ് വ്യക്തമാക്കി. ആലപ്പുഴ കേസിൽ അറസ്റ്റിലാകുമോ എന്ന പേടിയിലാണ് ഷൈൻ ഓടിയത് എന്നാണ് പ്രാഥമിക നിഗമനം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും വിജിത ചേരുന്നുണ്ട്. വിജിത, ഷൈൻ ടോം ചാക്കോ ഇന്നലെ ഈ ഹോട്ടൽ ലോബിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകർക്ക് കാണിച്ചതാണ്. ഇപ്പോൾ ഷൈൻ ടോം എവിടെയാണ് എന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന ലഭിച്ചിട്ടുണ്ടോ? ഇതുപോലെ തന്നെ ഈ ഒരു കേസിൽ നടപടി ഉണ്ടാകില്ല എന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയ സ്ഥിതിക്ക് ഷൈൻ ഒരുപക്ഷെ കേരളത്തിലേക്ക് തിരിച്ചു വരാൻ അല്ലെങ്കിൽ കീഴടങ്ങാൻ ഒരു സാധ്യത കാണുന്നുണ്ടോ? അതുല്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോയുമായി ഒരു ലഹരി കേസുമായി ബന്ധപ്പെട്ട ചാക്കോയുമായി ബന്ധപ്പെട്ട ഈ ഒരു കേസിൽ തിടുക്കപ്പെട്ടുകൊണ്ടുള്ള ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും എക്സൈസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇന്നലെയാണ് ഈ ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്നും ചാടി രക്ഷപ്പെടുന്നതിന്റെയൊക്കെ ദൃശ്യങ്ങൾ എല്ലാം സമൂഹ മാധ്യമങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചയ്ക്കെടുത്തിരുന്നത്. എന്നാൽ അതിനുശേഷം ഷൈൻ ടോം ചാക്കോ എവിടെ എന്നുള്ള കാര്യം തന്നെയാണ് ഓരോരുത്തരും ചോദിച്ചുകൊണ്ടിരുന്നതും. ഇപ്പോൾ കേരളം വിട്ടു എന്നുള്ള ഒരു കാര്യമാണ്, ഷൈൻ ടോം ചാക്കോ കേരളം വിട്ടു എന്നുള്ളൊരു കാര്യത്തിൽ പോലീസ് ഉറപ്പ് നൽകുന്നുണ്ട്. എന്നാൽ തിടുക്കപ്പെട്ട് ഒരു കേസിന്റെ നടപടികളിലേക്കൊന്നും തന്നെ പോലീസ് കടക്കില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു കാര്യത്തിൽ ഇനിയും ഒരുപാടധികം വ്യക്തത വരേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് എല്ലാ സംഘടനകളും കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ ഒരു നടപടിയിലേക്ക് കടക്കും, എക്സൈസ് ആണെങ്കിൽ പോലും നടപടിയിലേക്ക് കടക്കും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്നലെ തന്നെയാണ് താല്പര്യമില്ല എന്നുള്ളൊരു കാര്യമാണ് അവരുടെ കുടുംബമടക്കം അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ തിടുക്കപ്പെട്ട ഒരു നടപടിയിലേക്ക് കൃത്യമായ ഒരു പരാതിയൊന്നും ഇല്ലാതെ കടക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലയിലേക്ക് ഇന്നലെ തന്നെ എക്സൈസും എല്ലാം തന്നെ സംഘടനകളെല്ലാം തന്നെ എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്തായാലും ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ തമിഴ്നാട് ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ എറണാകുളത്ത് വെച്ചാണ് ഷൈൻ ടോം ചാക്കോ ചാടിപ്പോകുന്ന, വളരെ സാഹസികമായിട്ട് ഷൈൻ ടോം ചാക്കോ സിനിമകളിലെല്ലാം കാണുന്നത് പോലെ സാഹസികമായിട്ട് ചാടിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ചെല്ലാം വലിയ രീതിയിൽ ചർച്ചകൾ വന്നിരുന്നു. അക്കാര്യത്തിലും ഇപ്പോൾ ഒരു വ്യക്തത എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ എങ്കിൽ പോലും ഷൈൻ ടോം ചാക്കോ പോയിട്ടുണ്ടായിരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യം ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പോലീസ് എത്തി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം ഓർത്താണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഓർത്തൊക്കെയാണ് ഇന്നലെ ഓടിപ്പോയി എന്നുള്ളൊരു കാര്യമാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇക്കേസിൽ ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക, പോലീസ് ഉടനെ ഒന്നും ഷൈൻ ടോം ചാക്കോയെ തിടുക്കപ്പെട്ട് ഒരു നടപടിയിലേക്ക് കടക്കില്ല. ആവശ്യമുണ്ടെങ്കിൽ നോട്ടീസ് നൽകി വിളിപ്പിക്കും എന്നുള്ളൊരു കാര്യമാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ മുടി ശേഖരിച്ച് പരിശോധന നടത്താനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഷൈൻ ടോം ചാക്കോ എത്ര കാലമായിട്ട് ഈ ലഹരി ഉപയോഗിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഈ മുടി ശേഖരിച്ച് പരിശോധന നടത്തുമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ റൂമിലെ പരിശോധനയിൽ കണ്ടെത്തിയത് മദ്യക്കുപ്പികൾ മാത്രമാണ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ ഈ ഷൈൻ ടോം ചാക്കോയുടെ കൂടെ വേറെ 2 പേർ കൂടി ഉണ്ടായിരുന്നു, വേറെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഷൈൻ ടോം ചാക്കോയെ കാണാൻ 3 പേർ എത്തിയിരുന്നു എന്നുള്ളൊരു കാര്യമെല്ലാം പറയുന്നുണ്ട്. എന്തായാലും എക്സൈസ് എത്തിയത് ഒരു ഡ്രഗ് ഡീലറെ കാണാൻ ഉണ്ട്. ഈ ഒരു ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട ഇയാളുടെ കൂടെ ഒരു ഡ്രഗ് ഡീലർ തന്നെ ഉണ്ട് എന്നുള്ളൊരു കാര്യം അറിഞ്ഞാണ് പോലീസ് എത്തിയത് എന്നുള്ളൊരു കാര്യമാണ്, എക്സൈസ് എത്തിയത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് റിസപ്ഷനിൽ നിന്നും ഷൈൻ ടോമിന് ഒരു ഫോൺ കോൾ വന്നെന്നും അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ഷൈൻ ടോം ചാക്കോ ഓടുന്നത് എന്നുള്ളതുമൊക്കെയാണ് തുടങ്ങിയ വാദങ്ങളൊക്കെയാണ് വരുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പെട്ടെന്ന് തന്നെ ഒരു നടപടി ഉണ്ടാകില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുക. അതുല്യ. വിജിത, എന്തായാലും ഇപ്പോൾ എക്സൈസും അല്ലെങ്കിൽ പോലീസ് അത്തരത്തിൽ തിടുക്കത്തിൽ ഒരു നടപടി സ്വീകരിക്കുന്നില്ല എന്നൊരു നിലപാടിലാണ് ഉള്ളത്. താരസംഘടനയായിട്ടുള്ള അല്ലെങ്കിൽ ഷൈൻ അടക്കമുള്ള ഈ ഇൻഡസ്ട്രിയിലെ ആളുകൾ അടങ്ങുന്ന അമ്മ അടക്കമുള്ള സംഘടനകളുടെ നിലപാട് ഈ ഒരു കാര്യത്തിൽ എന്താണ്? ഷൈനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഈ സംഘടന എടുക്കാനായി തീരുമാനിക്കുന്നുണ്ടോ? അതെ, ഇന്നലെയാണ് ഈ ഒരു അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റി ഒരു 3-അംഗ സമിതിയെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ ഒരു പരാതിയിൽ അന്വേഷണം നടത്താനായിട്ട്. ആ ഒരു സമിതി ഇക്കാര്യത്തിൽ വിനു മോഹൻ അടക്കം അൻസിബ അടക്കം ഉൾപ്പെട്ടിട്ടുള്ള ആ ഒരു സമിതി ഈ കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് നൽകും എന്നുള്ള കാര്യമാണ് അറിയിച്ചിരുന്നത്. എന്തായാലും അക്കാര്യത്തിലൊന്നും ഒരു പിന്നോട്ട് പോക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഒരു സമിതി ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുകയും അമ്മയും അതുപോലെ തന്നെ ഇന്നലെയാണ് ഈ ഒരു ഫിലിം ചേംബർ അടക്കം ഇക്കാര്യത്തിൽ
കൃത്യമായിട്ടുള്ള ഒരു നടപടി എടുക്കും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നത്. അതിൽ നിന്നൊന്നും ഒരു പിന്നോട്ട് പോക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. എന്തായാലും പോലീസും ഇപ്പോൾ ഈ സംഘടനകളുമായി സഹകരിച്ച് പരാതി ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് അന്വേഷിക്കാൻ കഴിയുക. എന്തായാലും ആ ഒരു പരാതി എങ്ങനെയാണെന്നെല്ലാം നോക്കിയിട്ടായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുന്നുണ്ടായിരിക്കുക. ഈ വിൻസിയുടെ കുടുംബം പറയുന്നതും അത് തന്നെയാണ്. പോലീസ് കേസുമായി മുന്നോട്ട് പോകാനൊന്നും താല്പര്യമില്ല എന്നുള്ള കാര്യം തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ സിനിമയുടെ ഉള്ളിൽ നിന്നാണ് പരിഹാരം വേണ്ടത്. ഈ ഷൈൻ ടോം ചാക്കോയുടെ പേരടക്കം വെളിപ്പെടുത്തിയതിൽ വലിയ രീതിയിലുള്ള അതൃപ്തിയെല്ലാം അറിയിച്ചുകൊണ്ട് ഇന്നലെ തന്നെ വിൻസി രംഗത്ത് വന്നിരുന്നു. കാരണം പേരെല്ലാം ഈ ഒരു വ്യക്തിയെ സഹപ്രവർത്തകനാണ് ഇത്തരത്തിലൊരു മോശമായി പെരുമാറി എന്നുള്ള കാര്യമെല്ലാം പറഞ്ഞ് കേസ് വന്നിരുന്നത്. പക്ഷെ ഒരിക്കലും ആ ഒരു വ്യക്തിയുടെ പേര് ഇക്കാര്യത്തിൽ വെളിപ്പെടുത്താൻ അല്ലെങ്കിൽ അത്തരത്തിൽ വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല, അല്ലെങ്കിൽ അത് രഹസ്യമായി പറഞ്ഞൊരു കാര്യമാണ് എന്നെല്ലാമാണ് വിൻസി ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നത്. എന്തായാലും അതിലൊരു വലിയ രീതിയിലുള്ള അതൃപ്തിയെല്ലാം തന്നെ ഇന്നലെ വിൻസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇപ്പോൾ ഈ ഒരു കേസുമായി അല്ലെങ്കിൽ പോലീസ് നടപടികളുമായി ഒന്നും മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്ത രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അവരുടെ ഭാഗത്തു നിന്നും വന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പെട്ടെന്നൊരു നടപടി എടുക്കാൻ എക്സൈസിനും വലിയ രീതിയിൽ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം പരാതിക്കാരിക്ക് പരാതിയില്ലെങ്കിൽ ഒരു പരാതി ഇല്ലാതെ അക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം തിടുക്കപ്പെട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിനൊന്നും ഒരിക്കലും ഒരു എക്സൈസിനോ പോലീസിനോ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ. എന്തായാലും ഒരു നടപടി എടുക്കുകയാണെങ്കിൽ സിനിമാ സംഘടനകളുമായി എല്ലാം സഹകരിച്ച് അല്ലെങ്കിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നടപടിയിലേക്ക് കടക്കാനായിട്ട് സാധിക്കുക. എന്തായാലും ഇപ്പോൾ പെട്ടെന്നൊരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നോ എക്സൈസിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാവില്ല. താരസംഘടനയായ അമ്മ നിയമിച്ചിട്ടുള്ള ആ ഒരു 3-അംഗ സമിതി ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകും. അതോടൊപ്പം തന്നെ താരസംഘടനയായ അമ്മയും അതുപോലെ തന്നെ ഫിലിം ചേംബറും എല്ലാം ഇക്കാര്യത്തിൽ എന്താണോ ആവശ്യമായ നടപടി അത് എടുക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും പോലീസ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയെ ഇക്കാര്യത്തിൽ പെട്ടെന്ന് ഒരു നടപടിക്രമങ്ങളിലേക്ക് വിളിച്ചു വരുത്താനുള്ള സാധ്യത വളരെയധികം കുറവാണ് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്.